CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അർദ്ധരാത്രി പരിശോധന നടത്തിയ SP ചൈത്ര തെരേസ ജോണിനെതിരെ നടപടി വേണ്ടെന്ന് ADGP മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട്. DGPക്ക് റിപ്പോർട്ട് കൈമാറിയെങ്കിലും അദ്ദേഹം അത് ആഭ്യന്തര വകുപ്പിന് കൈമാറും. മുഖ്യമന്ത്രിയാണ് എന്തെങ്കിലും നടപടി വേണമോ എന്ന് തീരുമാനിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നടപടിയെടുക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന. ചട്ടവിരുദ്ധമായി ചൈത്ര ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ADGP മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം യുവ ഉദ്യോഗസ്ഥയുടെ പരിചയക്കുറവാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു. കോടതിയെ അറിയിച്ച ശേഷമാണ് DCP ചൈത്ര തെരേസ ജോൺ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികളെ പിടികൂടാൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പരിശോധന നടത്തിയത്. പ്രതിയുടെ അമ്മയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. എന്നാൽ പ്രതികളെ പിടികൂടാനോ കണ്ടെത്താനോ കഴിഞ്ഞില്ല. അതിനാൽ SPക്ക് ജാഗ്രത കുറവുണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവം പുറത്തു വന്നത് മുതൽ സേനയിലെ പല ഉന്നത ഉദ്യോഗസ്ഥരും SPക്ക് ഒപ്പമാണ്. കാരണം പല IPS ഉദ്യോഗസ്ഥരെയും അമ്പരിപ്പിച്ച നിലപാടാണ് ചൈത്ര സ്വീകരിച്ചത്. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ പോലീസുകാരടക്കം പരിശോധന പാടില്ലെന്ന് DCPയെ ധരിപ്പിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. നിയമസഭ നടക്കുന്ന വേളയിൽ അർദ്ധരാത്രിയിൽ പാർട്ടി ഓഫീസിൽ റെയ്ഡ് നടത്തിയത് വലിയ നാണക്കേടായി. അതിനാൽ SPക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി വേണമെന്ന കടുത്ത നിലപാടിലാണ് തിരുവനന്തപുരത്തെ നേതാക്കൾ. വനിതാ സെല്ലിലെ SP ആയിരുന്ന ചൈത്രയെ റെയ്ഡിനെ തുടർന്ന് അവിടേക്ക് തന്നെ മുഖ്യമന്ത്രി മടക്കി അയച്ചിരുന്നു. നിയമപരമായി കൃത്യനിർവഹണം ചെയ്തതിനാൽ സർക്കാരിന് നടപടിയെടുക്കാനാവില്ല. അഥവാ എടുത്താൽ തന്നെ അവർക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ പോലീസ് സേനയിലെ ഉന്നതർ സർക്കാരിനൊപ്പം ശക്തമായി നിന്നതിനാൽ അവരെ പിണക്കാൻ സർക്കാർ തയ്യാറായേക്കില്ല. ദേശീയ പണിമുടക്കിന് CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്തൽ കെട്ടി സമരം നടത്തിയതിനെതിരെ കേസെടുത്തതിൽ പ്രധാനിയായിരുന്നു ചൈത്ര. അന്നു മുതലേ അവർ CPMന്റെ കണ്ണിലെ കരടാണ്. തുടർച്ചയായി പാർട്ടിക്കെതിരെ തിരിയുന്ന ഇത്തരം ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുക എന്ന പതിവ് തന്ത്രമാണ് അവർ പയറ്റുന്നത്. എന്നാൽ സർക്കാർ തങ്ങളുടേതായതിനാലും നിയമങ്ങളും ചട്ടവും പാലിച്ചുള്ള പരിശോധനയായതിനാലും എന്ത് ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് CPM. കോൺഗ്രസുകാർ ഭരിച്ചിരുന്നപ്പോൾ പോലും ഇത്തരം നടപടി ഉണ്ടായിട്ടില്ലെന്ന് തിരുവനന്തപുരത്തെ CPM നേതാക്കൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.